പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ബന്ധം, കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ട. നമ്മൾ എത്രത്തോളം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ജീവിതം ആയാസമില്ലാതെയായി തീരും. അല്ലാത്തടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും ടെൻഷൻ. അടുത്തെന്ത് സംഭവിക്കും, ഞാനൊന്നും ചെയ്തില്ലല്ലോ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ, വീട്ടിന്റെ കാര്യം എങ്ങനെ, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ, നമുക്ക് ടെൻഷൻ. എല്ലാവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ധനവാന്മാർക്കും അതുപോലെ ടെൻഷനാണ്, ഒന്നുമില്ലാത്തവർക്കും ആ ചിന്താകുലമാണ്. എല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഇപ്പോഴെന്താ ടെൻഷൻ അല്ലെ? നമ്മൾ കാണുന്നു ഒരു കാലത്ത് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞത് വളരെ റയറായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യം. പക്ഷെ ഇന്ന് അതുപോലെ ചില മാനസിക രോഗങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ വളരെ ചുരുക്കമായി കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് സർവ്വസാധാരണമായിട്ട് കുഞ്ഞുങ്ങൾ പോലും, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും അതിന് കടിമകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കഴിവിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ അവരുടെ കഴിവിന് അതീതമായ ചില കാര്യങ്ങൾ വീണു പോകും. പക്ഷെ കാണാൻ പറ്റുന്നില്ല അവർക്ക്. അവരുടെ കഴിവിന് അതീതമായി അവരിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം അവരിൽ ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ടെൻഷനിൽ പോകും. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കഴിവിന് അതീതമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി മറിക്കുവാൻ ശക്തനായ നമ്മുടെ കൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിടത്തും ഒരു പോയിന്റിലും ഇളകിപ്പോകണം. ധൈര്യത്തോടെ, അതെ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തോടെ, യെസ്, ആ ബോധ്യത്തിൽ വേണം മുന്നോട്ട് പോകാൻ. ഒരിടത്തും പതറരുത്. വിളിച്ചവനിലുള്ള ഉറപ്പ്, വിളിച്ച ദൈവത്തിലുള്ള ധൈര്യം, അത് ഒരിടത്തും വിട്ടുകൊടുക്കണം. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവിനെ, നമ്മൾ ഈ കർത്താവിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഇടയിലുള്ള ഒരു ചിന്തയാണ്, നമുക്ക് ആർക്കും അടുക്കാൻ കഴിയാത്ത വെളിച്ചത്തെ വസിക്കുന്നത്. എനിക്ക് ദൈവത്തിന്റെ അടുക്കൽ പോകാൻ പറ്റുമോ? ദൈവത്തോട് എനിക്ക് ബന്ധം പുലർത്താനായിട്ട് സാധിക്കുമോ? കാരണം എന്റെ വിഷയങ്ങളൊക്കെ എത്രത്തോളം വലിയ വിഷയത്തിന് മുമ്പിൽ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ സാധ്യമാണോ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തെ നമ്മളെ പലപ്പോഴും ഉണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട, നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ തന്നെ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ദൈവം എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പൊ അവിടെ ദൈവം എന്റെ അടുത്ത് വരികയും എന്റെ കുറവുകള് കണക്കിടുകയും ചെയ്യുന്ന ഒന്നും അവിടെ വരുന്നില്ല. അപ്പൊ നമ്മൾ ആ കർത്താവിനോട് കൂട്ടായ്മയിലായി തീരുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ അതിന്റെ 13-ാം അധ്യായത്തില് അവിടെ വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ, നമ്മുടെ പള്ളിയിലും ശുശ്രൂഷകളിലൊക്കെ അതിന്റെ അവസാനം പറയുന്ന ഒരു വാക്യം, അതിന്റെ 14-ാമത്തെ വാക്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവായ ദൈവം സർവശക്തനാണ്, വലിയവനായ ദൈവം പിതാവ്. യേശുക്രിസ്തു ആ പിതാവിന്റെ, വലിയവനായ ദൈവത്തിന്റെ കഴിവുള്ള പുത്രൻ. പരിശുദ്ധാത്മാവ് ഇവരുടെ രണ്ടുപേരുടെയും കാളും ഒരല്പം കൂടെ താണൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് പോലും കാണാനായിട്ട് സാധിക്കുന്നില്ല. വ്യക്തിയായിട്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ ബൈബിളിൽ പരിചയപ്പെടുന്നത്. വ്യക്തിയായിട്ട് തന്നെ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനെ തൃത്വത്തിൽ മൂന്നാമൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കേൾക്കാൻ സാധിക്കും. നമുക്ക് തൃത്വം എന്ന പദം തന്നെ ബൈബിളിൽ ഇല്ലാത്ത, തൃത്വം എന്ന പദം തന്നെ ബൈബിളിൽ ഇല്ലാത്ത. പക്ഷെ നമ്മളത് ഈ ഒറ്റ വാക്യത്തില് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന്, അതുപോലെ യേശു പറഞ്ഞു നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും, ഈ 2 കാര്യങ്ങളൊക്കെ എടുത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും, അങ്ങനെയാണ് നമ്മുടെ തിരിച്ചറിവ്. പക്ഷേ ദൈവത്തിൽ 3 ഭാഗമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ആദ്യം ഉൽപ്പത്തിയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ കണ്ട പിതാവായ ദൈവം, അതിനുശേഷം കണ്ട യേശു പുത്രനായ ദൈവം, പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന പരിശുദ്ധാത്മാവെന്ന ദൈവം. അതായത് ദൈവത്തെ ഏകനായി, ഏക സത്യ ദൈവം, ദൈവത്തെ 3ആയി കാണുന്നത് തന്നെ ശരിക്കും അതൊരു ശരിയായ കാഴ്ചപ്പാടല്ല. നാം ദൈവത്തെ 3ആയി കാണാതെ ദൈവം ഏകദൈവം എന്ന സത്യ ഏകദൈവം, നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്.
നിത്യജീവനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. നിത്യജീവൻ. അപ്പൊ നിത്യജീവന്റെ ആധാരം എന്ന് പറയുന്നത് ഏകസത്യ ദൈവമായ നിന്നെയും, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത്. അപ്പൊ അവിടെ അത് വളരെ വ്യക്തമായി പറയുന്നു, ഏകസത്യ ദൈവം, ഏകനും സത്യവുമായ ദൈവം, ആ ദൈവത്തെ കുറിച്ചുള്ള അറിവ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, പുത്രനെ കുറിച്ചുള്ള അറിവ്. അപ്പൊ ആ അറിവ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് പിതാവ് തന്നെയാണ്, അതായത് പിതാവിന്റെ ആട്രിബ്യൂട്ട്സ്, പിതാവിന്റെ കഴിവ്, പിതാവിന്റെ നേച്ചർ, ആ പിതാവിന്റെ അതേ ആത്മാവുമായിട്ട് ഈ ഭൂമിയിൽ വന്ന പുത്രൻ. അതായത് യേശുവിന്റെ ശരീരത്തിൽ വസിച്ചത് പിതാവിന്റെ അതേ ആത്മാവാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പിതാവിന്റെ അതേ ആത്മാവാണ്. അപ്പോൾ ഒരിക്കലും പിതാവിന്റെ ആത്മാവ് പുത്രന്റെ ആത്മാവിന് രണ്ടായിട്ട് കാണാൻ സാധ്യമല്ല. പിതാവിൽ സൃഷ്ടിപ്രവർത്തി നിർവഹിക്കാനായിട്ട് എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചോ, പിതാവിൽ വസിച്ചുകൊണ്ട് എങ്ങനെ മോശയോട് ദൈവം സംസാരിച്ചോ, പിതാവിൽ വസിച്ചുകൊണ്ട് എങ്ങനെ അബ്രഹാമിനോട് ദൈവം ഇടപെട്ടോ, പിതാവിൽ വസിച്ചുകൊണ്ട് എങ്ങനെ സീനായ് മലയിൽ ഉടമ്പടി കൊടുത്തു, ആ പിതാവിൽ വസിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ നാം കാണുന്ന പ്രവൃത്തികളെല്ലാം ചെയ്തവനായ അതേ പരിശുദ്ധാത്മാവാ ഹല്ലേലൂയ പുത്രനിലും വസിച്ചത്. അപ്പൊ അവിടെ നമുക്ക് ഈ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേറിട്ട് സെപ്പറേറ്റ് ഒരു ദൈവം, സെപ്പറേറ്റ് ഒരു ദൈവമായി കാണാതെ പരിശുദ്ധാത്മാവാണ് ദൈവം. കാരണം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം ആത്മാവാകും. 2 കൊരിന്ത്യർ ലേഖനം 3:17 ഇങ്ങനെ പറയുന്നത്, കർത്താവ് ആത്മാവാകും. അപ്പൊ കർത്താവ് ആത്മാവാണ്, പിതാവും ആത്മാവാണ്, ദൈവം ആത്മാവാണ്, പുത്രനും ആത്മാവാണ്. അതായത് പുത്രൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം യേശുക്രിസ്തുവിന്റെ രൂപസാദൃശ്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുത്രൻ എന്ന് പറയുന്നത് ആലോചിക്കുക, പുത്രത്വം ഇല്ലാതെ എങ്ങനെയാ പുത്രനാകുക? അപ്പൊ ആ പുത്രത്വത്തിന്റെ ആത്മാവാണ് യേശുവിൽ വസിച്ചത്. അതായത് പിതാവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ശക്തനായ ആത്മാവ്, ആദിയിൽ വെള്ളത്തിനുമേൽ ചലിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ്, മോശയിൽ വസിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ്, ദാവീദിൽ വസിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ്, യോസഫിൽ ഉണ്ടായിരുന്ന ജ്ഞാനാത്മാവ്, അതേ ദൈവാത്മാവ്, അതേ ആത്മാവ് തന്നെയാണ് യേശുവിൽ വന്ന് വസിച്ചത്, യേശുവിൽ വസിച്ചത്. അപ്പൊ യേശുവിന്റെ പുത്രത്വം എന്ന് പറയുമ്പോൾ അതൊരു വേറിട്ട്, അതായത് പിതാവിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പുത്രനായിട്ട് കാണാതെ പിതാവും പുത്രനും ഏകനാണ്. കാരണം പിതാവിൽ വസിച്ച അതേ ആത്മാവ് തന്നെയാണ് പുത്രനിൽ വസിച്ചത്. അതുകൊണ്ട് തന്നെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മൂന്നായിട്ട് കാണുന്നത് തന്നെ ആ കാഴ്ചപ്പാട് തെറ്റായ ധാരണയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം അറിയണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണല്ലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിന്റെ നമുക്ക് 10-ാമത്തെ വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്നവനും സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ അവിടെ പറയുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്. അപ്പൊ പിതാവാണ് യേശുവിൽ വസിക്കുന്നതെന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, 32-ാം വാക്യവും 33-ാം വാക്യവും. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ? പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു, അവനാകുന്നു പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. അതായത്
ആത്മാവ് വരികയും വസിക്കുകയും ചെയ്യാം. അപ്പൊ യേശുവിൽ വസിച്ചതാര? ആത്മാവ്. അപ്പൊ അത് തന്നെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില്, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഞാനിതൊരു പ്രസംഗം എന്നതിനപ്പുറത്ത് നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് അതിന്റെ 18-ാമത്തെ വാക്യം, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ അവിടെ യേശു പറയുന്നത് പിതാവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ പറയുന്നത് കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു വസിച്ചു എന്ന് അവിടെ കാണുമ്പോ, ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 14:10 യേശു പറയുന്നു പിതാവ് എന്നിൽ വസിക്കുന്നു. അപ്പൊ അവിടെ ആരെയാണ് പിതാവ് എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിനെയാണ്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 35-ാം വാക്യത്തിൽ മറിയ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴ് മറിയോടുള്ള ദൂതന്റെ മറുപടി ഇതായിരുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ അവിടെ യേശുക്രിസ്തുവിൽ വന്നു വസിച്ചത് പരിശുദ്ധാത്മാവാണ്. മറിയയിൽ വന്നു വസിച്ചത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ എലിസബത്ത് മറിയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉള്ളിലായിരുന്നു യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മൾ കാണുന്നില്ല മറിയ എവിടെയെങ്കിലും ഒരു പ്രത്യേക ആത്മനിറവിന് ഒരു പ്രത്യേക സമയം കണ്ടുവെന്ന് നമ്മൾ കാണുന്നില്ല. പക്ഷെ എപ്പോഴാണ് ആത്മാവിനെ പ്രാപിച്ചത് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തില് അവൾ ദൂതനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. 38-ാം വാക്യം, അതിനും അറിയ ഇതാ ഞാൻ കർത്താവിന് ദാസ്യം, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. 45-ാം വാക്യം, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവൻ. അപ്പൊ എവിടെയാണ് ഭാഗ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്ന പദവി എവിടെ വരുന്നത്? ദൈവവചനം അത് കേട്ട് സ്വീകരിക്കുന്നതാണ് ഈ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുമ്പോൾ. നമ്മുടെ പുറമെയുള്ള പ്രകടനങ്ങളിലാണ് പലപ്പോഴും ആളുകളുടെ ശ്രദ്ധ പോകുന്നത്. അല്ല, പ്രകടനങ്ങളല്ല ആത്മനിറവിന്റെ അടയാളം. ഒരു വ്യക്തി എത്രത്തോളം ദൈവം എന്നോട് സംസാരിച്ച വചനം എന്നോടാണ്, എന്നിലത് സംഭവിച്ചിരിക്കുന്നു, ഞാനത് അനുസരിക്കാനും ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് ഒരു വ്യക്തി ജീവിക്കുകയും ചിന്തിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആത്മാവിൽ നിറയുക എന്ന് പറയുന്നത്. യെസ്, ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയില് 2-ാം അധ്യായത്തിൽ അവർ ആത്മാവ് നിറഞ്ഞപ്പോൾ, അവരാത്മാവിന്റെ അഭിഷേകം അവരുടെ മേൽ വന്നപ്പോൾ അവര് അതിന്റെ പ്രകടനങ്ങൾ അല്ലെ നമുക്ക് അതവിടെ കാണാൻ സാധിക്കും. അവര് മറ്റുള്ളവർ വന്നു പറഞ്ഞു മദ്യപിച്ചിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണമായ ഒരു ആത്മാവിന്റെ അഭിഷേകം അവരുടെ മേലേക്ക് ഇറങ്ങി. എന്നാൽ പ്രിയപ്പെട്ടവർ, നമുക്ക് അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവരുടെ ലൈഫിൽ അത് എക്സ്പ്രസ് ചെയ്തു, അവരിൽ വന്ന അഭിഷേകം എക്സ്പ്രസ് ചെയ്തു. പക്ഷെ നമ്മള് പൗലോസിന്റെ ജീവിത അനുഭവത്തിലൊന്നും അങ്ങനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അഭിഷേകം വരുമ്പം എക്സ്പ്രസ് ചെയ്യുന്ന ചിലരുണ്ട്, എക്സ്പ്രസ് ചെയ്യാത്തവരുണ്ട്, വളരെ ശക്തമായി കൈയടിക്കുന്നവരുണ്ട്, ശബ്ദത്തിൽ ആരാധിക്കുന്നവരുണ്ട്, ചിലർ അങ്ങനെയൊന്നും ആയിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ അല്ലാത്തവർക്ക് അഭിഷേകമില്ലെന്നും അങ്ങനെ വളരെ ശബ്ദത്തിൽ ആരാധിക്കുന്നവർക്കാണ് അഭിഷേകമെന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ 2 നിലയിലുള്ള ആത്മീക അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എന്നെ നിശബ്ദമായിരിക്കുമ്പോൾ ശക്തിമേറിയ ആത്മാവിന്റെ ശക്തി എന്നെ സ്പർശിക്കുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ആത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന നിലയിൽ, അതിനോട് ശക്തിയോട് പ്രതികരിക്കുന്നതിനുള്ള അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടിനും നമ്മൾ ആത്മാവെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ കാണാതെ ആത്മാവിനെ ദൈവത്തെ ആത്മാവായിട്ട് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറുന്നത്.
ദൈവത്തോടുള്ള കൂട്ടായ്മ അവിടെയാണ് വരുന്നത്. അതായത് ഇവിടെ വചനം കേട്ട് വിശ്വസിച്ചവൾ ഭാഗ്യവതി, വചനം എന്റെ മേൽ വന്ന് വസിക്കുന്നു എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവിടെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 46 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം അതിന്റെ 46 വാക്യം. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവും എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിലാണ് പറയുന്നത്. നമുക്കറിയാം, ഇതിനോട് ചേർന്ന് തന്നെ അതിന്റെ 41 വാക്യം, മറിയുടെ വന്ദന സ്വരം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി, എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ ആത്മാവിൽ നിറഞ്ഞു. അവിടെ ആത്മാവിന്റെ നിറവിനെ കുറിച്ച് ആദ്യം കാണുന്നത് നമ്മൾ അവിടെ അല്ലേ. അപ്പൊ അവിടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവവചനത്തെയും ദൈവത്തോടുള്ള ബന്ധത്തെയും ജീവിത അനുഭവമാക്കി മാറ്റുന്നതാണ് ശരിക്കും ആത്മാവിന്റെ നിറവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും മതപരമായ അറിവുകൾ കൊണ്ട് ഒതുക്കിക്കളയരുത്. ആത്മാവിലെ നടത്തപ്പെടുന്ന ഏവന് ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ആത്മാവിലെ നടത്തപ്പെടുക. പരിശുദ്ധാത്മാവ് ഇത്രയേറെ നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരുവനില്ല. നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഇതുപോലെ ഒരുവൻ മറ്റൊരുവനില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ. അവിടെ യേശു പറഞ്ഞൊരു കാര്യമാണ്, പിതാവ് എന്നിൽ വസിച്ചു. അത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിന് 32-ലും 33-ലും നമ്മൾ കാണുന്നു, ആത്മാവ് എന്റെ മേൽ വന്ന് വസിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായം 18 വാക്യത്തിൽ പറഞ്ഞ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ പിതാവ് എന്നിൽ വസിച്ചു, ആത്മാവ് എന്നിൽ വസിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പിതാവ് യേശുവിൽ വസിച്ചിട്ട് ആ യേശു പറഞ്ഞൊരു കാര്യമാണ് 14 അധ്യായത്തിന്റെ 16 വാക്യം, യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതായത് ഹല്ലേലൂയ, അവിടെ നമുക്ക് 2 തരത്തിൽ 2 വിധത്തിൽ അവിടെ കർത്താവ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് 16 വാക്യത്തിൽ പറയുന്നത് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത്, സത്യത്തിന്റെ ആത്മാവെന്നൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത്. എന്നാൽ 17 വാക്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയും. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും. അവിടെ 2 കാര്യം എടുത്തു പറയും. അതായത് നിങ്ങളോട് കൂടിരിക്കും, നിങ്ങളിൽ വസിക്കും. ഇത് രണ്ടുമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് യേശുവിൽ വസിച്ചവന്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥൻ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാ? നമ്മുടെ കൂടെ നടക്കുന്ന ഒരു കാര്യസ്ഥൻ, കൂടെ വസിക്കുന്ന, കൂടെ നടക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഒരുവൻ. പക്ഷെ ഇവിടെ അടുത്ത 17 വാക്യത്തിൽ എടുത്തു പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോട് കൂടെ അവൻ വസിക്കുകയും അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും. 2 ആണ്. നിങ്ങളുടെ കൂടെ നടക്കും, നിങ്ങളിൽ വസിക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ലോകം അവനെ അറിയായികയാണ്, അതിന് അവന് ലഭിക്കാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങളോ അവൻ നിങ്ങളിൽ വസിക്കുകയാണ്. അതായത് ചുരുക്കത്തിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട രീതി വേറെയാണ്. അതായത് നിങ്ങളിൽ ദൈവാത്മാവ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവനെ അനുഭവിക്കാൻ കഴിയും. അത് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ചിലരിലൊക്കെ ദൈവമില്ല, കർത്താവില്ല, നമ്മൾ പറയുന്ന ഒരു കാര്യം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, സകല സൃഷ്ടിയുടെയും ജീവൻ എവിടുന്ന? ജീവൻ ആത്മാവാണ്. ജീവൻ ദൈവമാണ് സൃഷ്ടിച്ചത് സകലരെയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ജീവനാണ് സകലരിലും വസിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും, ദൈവം ഇന്നിന്ന ആളുകളെ മാത്രം സൃഷ്ടിച്ചു, അവരിൽ മാത്രം ദൈവത്തിന്റെ ജീവൻ, വേറെ ആളുകളെല്ലാം സൃഷ്ടിച്ചത് വേറെ ആളാണ്, അവരിൽ വേറെ ജീവൻ. അല്ല, ദൈവമാണ് സകല സൃഷ്ടിയുടെയും
ഉറവിടം, സൃഷ്ടിയുടെ ജീവൻ അവന്റെ ആത്മാവാണ്, അവനാണ്. പക്ഷേ ഏതൊരു വ്യക്തിയാണോ എന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് തിരിച്ചറിയുന്നില്ലേ, ആ തിരിച്ചറിവാണ് ശരിക്കും രക്ഷിക്കപ്പെടുക. അതായത് ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ ഉള്ളിലുണ്ട് എന്ന തിരിച്ചറിവ് ഒരുവൻ അകത്ത് വരുമ്പോഴാണ്, അതിനാണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്റേതായ അഭിപ്രായം, എന്റെ ലോകം, എന്റെ ചിന്ത, എന്റെ ഭാവനയുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകും അല്ല. ഞാൻ അതിന്റെ പാർട്ടല്ല, ഞാൻ അതിലല്ല. ഐ ആം കംപ്ലീറ്റ്ലി ഇൻ ദ ലോർഡ്. ഞാൻ ക്രിസ്തുവിലാണ്. പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത്. ഒരു വിധത്തിലും ഒരു ശക്തിക്കും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യമല്ല. ബിക്കോസ് സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് ഇൻ മീ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്തിരിക്കുന്നു, എന്റെ അകത്ത് വസിക്കുക. ഇവിടെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ അറിയണം അത്. അതുകൊണ്ട് ഇവിടെ മറ്റൊരു കാര്യസ്ഥൻ എന്ന പദപ്രയോഗം നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉളവാക്കാൻ സാധിക്കും. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, മറ്റൊരു കാര്യസ്ഥൻ, ഒരു പാരക്ലേറ്റോസ് എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ. അത് ആശ്വാസപ്രദം. അതായത് ശരിക്കും നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥൻ, അതായത് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ എന്തെല്ലാം ചെയ്തോ അതുപോലെ തന്നെ ഞാൻ കൂടിരുന്ന് ചെയ്തതെല്ലാം നിങ്ങളിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക്. ഹല്ലേലൂയ. അതായത് എന്റെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തോ, അതെ, കാറ്റിനെ കടലിനെ ശാന്തമാക്കി, ഈ കണ്ട പ്രവൃത്തികളല്ല, രോഗസൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, ദൈവപുത്രൻ ആരാണെന്ന് വെളിപ്പെടുത്താനായിട്ട്, നിങ്ങളുടെ കൂടെ ഞാൻ വസിച്ചപ്പോൾ എന്നിൽ വസിച്ചിരുന്ന, എന്റെ ശരീരത്തെ ഉപയോഗിച്ച അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കുന്ന ഒരു കാര്യസ്ഥനായിട്ട് അവൻ വരും. യെസ്, അവൻ നിങ്ങളോട് കൂടിരിക്കാലും നിങ്ങളിൽ വസിക്കാനും, നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ നിങ്ങളിൽ ഇരിക്കുന്നു, അവൻ നിങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിന്റെ 19-ാം വാക്യം, അടുത്തുള്ള വാക്യം, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ആമേൻ. നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. യേശു എവിടെ ജീവിക്കുന്നത്? ക്രിസ്തു എവിടെ ജീവിക്കുന്നത്? ഗലാത്യലേഖനം 2:20 പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ യേശുവിനെ കൂടെ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനെ കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. കൊലോസ്യ ലേഖനം 3:4 വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അപ്പോ ക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ക്രിസ്തു എന്ന് ജീവിക്കുന്നത് എന്നിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ഗാഡ്. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഉറപ്പിക്കണം, ക്രിസ്തു ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവൻ ക്രിസ്തുവാ. നിങ്ങളുടെ ജീവനായ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് രോഗത്തിനോ ശാപത്തിനോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പ്രയാസമില്ലേ, ഇതിനൊന്നിനും നിങ്ങളെ തകർക്കാനോ നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തെ തരിപ്പണമാക്കാനോ ഒന്നിനും സാധ്യമല്ല. ബിക്കോസ് യുവർ ലൈഫ് ഈസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവാണ്. ഒരു വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി ഒരു പ്രതിസന്ധിക്കും എഴുന്നേൽക്കാൻ സാധ്യമല്ല. ഇപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ചില വിഷയങ്ങളെ കുറിച്ചുള്ള ഭയത്തോടായിരിക്കുന്നുണ്ടായിരിക്കും. അല്ല, ഭയം നിങ്ങളെ തൊടാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ തകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പണിയുന്നവനായി ക്രിസ്തു ജീവനായി നിങ്ങളുടെ അകത്തിരിക്കുക. ആ ജീവനാണ് പരിശുദ്ധാത്മാവ്. യേശുവിനെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15:45 ഇങ്ങനെ പറഞ്ഞത്, ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു.
അപ്പൊ നമ്മുടെ ജീവൻ ആരാ? പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവൻ ആരാ? ക്രിസ്തുവാ. പ്രൈസ് ഗാഡ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. എവിടെയാ? പിതാവിന്റെ വലതുഭാഗത്ത് ഞാൻ ജീവിക്കുന്നുണ്ടല്ല, സ്വർഗത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ടല്ല. നിങ്ങളുടെ ജീവനായിട്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഏത് ശാപത്തിന്, ഏത് രോഗത്തിന്, ഏത് പ്രതികൂലത്തിന് നിങ്ങളെ തകർക്കാൻ പറ്റും? നിങ്ങളൊന്ന് പറഞ്ഞേ. സാധ്യമല്ല, സാധ്യമല്ല. ആമേൻ. നമുക്കറിയാം, നമ്മുടെ വഴികളിലൊക്കെ ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്ന കേബിള് നമ്മൾ കാണാറുണ്ട്, കമ്പി നമ്മൾ കാണാറുണ്ട്. അത് സാധാരണ കമ്പി, ആർക്ക് വേണമെങ്കിലും കരുത്തോളാം. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയില്ല. പക്ഷേ അതിനെ തൊട്ട് കഴിഞ്ഞാൽ, ആർക്ക് വേണമെങ്കിലും തൊടാം, പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും പുറപ്പെടുവിക്കുന്നത് ആ ചാലകത്തിന്റെ ശക്തിയല്ല, പക്ഷെ അതിൽ കൂടെ ഒഴുകുന്ന ഇലക്ട്രിസിറ്റി ആ വ്യക്തിയെ അറ്റാക്ക് ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗത്തെയും ശാപത്തെയും പ്രതികൂലങ്ങളെല്ലാം ദഹിപ്പിച്ചു കളയുന്ന ദൈവശക്തിയായി പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക. അവൻ തന്നെ, ദൈവം തന്നെ നമ്മളിൽ വസിക്കുന്നു. ആ ബോധ്യത്തിൽ ഒന്ന് ജീവിച്ച് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തുടർച്ചയായിട്ട് ഉള്ള ഒരു എപ്പിസോഡുകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലുള്ളത്. നിങ്ങൾ മിസ് ചെയ്യാതെ എല്ലാ ദിവസത്തെയും ഈ പ്രോഗ്രാം നിങ്ങൾ കാണണം. അത് നിങ്ങളുടെ ജീവിതത്തെ പണിയും, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കുന്ന ജീവന്റെ ആത്മാവാണ്. ആ ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കുതിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. രോഗത്തെയും ശാപത്തെയും ദാരിദ്ര്യത്തെയും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവിൽ, ദൈവശക്തിയെ കുറിച്ചുള്ള തിരിച്ചറിവിൽ രോഗത്തെ, ശാപത്തെ, വേദനകളെ, പ്രതികൂലങ്ങളെ മറികടക്കുന്ന അനോയിന്റിംഗ് ഞങ്ങളുടെ മേലേക്ക് പകരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശാപങ്ങളും, എല്ലാ ഭയങ്ങളും മാറിപ്പോട്ടെ. അത്ഭുതത്തെ കർത്താവ് ചെയ്തതിനായിട്ട്, ജീവിപ്പിച്ചതിനായി സ്തോത്രം. തളർന്നു കിടക്കുന്നതിന് എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തിക്കാണ്. മരിച്ചു പോയതിനെ, മരവിച്ചു പോയതിനെ, തീർന്നു പോയതിനെ, ശൂന്യമായതിനെ വീണ്ടും പണിയുന്ന കൃപയ്ക്കായി സ്തോത്രം. നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന തുടർന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തുടർന്നുള്ള എപ്പിസോഡുകൾ തുടർച്ചയായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ടീച്ചിങ് ആയിരിക്കും. നിങ്ങൾ തുടർന്നത് കേൾക്കാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തുക. ആമേൻ. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാനും നിങ്ങളുടെ കൂടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാനും ഞങ്ങളും ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Amen.